Hello dears. Today also we will be continuing reading. നമ്മൾ ഇന്നും റീഡിംഗ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് ഏതായിരുന്നു? കേംബ്രിഡ്ജിന്റെ ബുക്ക് നമ്പർ 17 ടെസ്റ്റ് നമ്പർ 1 പാസേജ് നമ്പർ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ പാസേജ് നമ്പർ 2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടൈപ്സ് ഏതൊക്കെയാണ്? മാച്ചിങ് ഇൻഫർമേഷൻ. മാച്ചിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ ഈ കൊടുത്തിരിക്കുന്ന പാസേജിന്റെ അകത്തെ ഏത് പാരഗ്രാഫിലാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതാണ് മാച്ചിങ് ഇൻഫർമേഷൻ. പിന്നെ സമ്മറി കംപ്ലീഷൻ മീൻസ് വാട്ട്? ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പാസേജിനെ പറ്റി ഒരു ചെറിയ സാരാംശം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതിനകത്തെല്ലാം ഗ്യാപ്സ് ഉണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കണം. അതിൽ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. പൊതുവെ സമ്മറിക്കകത്ത് സമ്മറി ക്വസ്റ്റ്യന്റെ താഴെ ഒരു ബോക്സിൽ ഓപ്ഷൻസ് കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മാച്ച് ചെയ്യുന്നു? നിങ്ങൾക്ക് ബൈ ചാൻസ് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ വൈസും മീനിങ് വൈസും ഒക്കെ സെന്റൻസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കി ഒരു ഗസ് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. ആൻഡ് അനദർ ക്വസ്റ്റ്യൻ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ അകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ ആൻസർ ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഉണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് പാസേജിലേക്ക് കടക്കാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാസേജ് ഇതാണ്. റീഡിംഗ് പാസേജ് നമ്പർ 2 ഓഫ് കേംബ്രിഡ്ജ് ബുക്ക് നമ്പർ 17 ടെസ്റ്റ് നമ്പർ 1. Stadiums past, present and future. Stadiums past, present and future. So we understand it's something about stadium and probably what are the changes. So that's why അതുകൊണ്ടായിരിക്കും അവർ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇട്ടിരിക്കുന്നത്. ഒരു സ്റ്റേഡിയത്തിനെ പറ്റി ജനറലി ഒരു ഡിസ്കഷൻ ആണ്. പിന്നെ അതിന് വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി ആയിരിക്കാം. നമുക്ക് അങ്ങനെ ഗസ് ചെയ്യാം. ഈ ഹെഡിങ് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് സെക്ഷൻ കണ്ടെയ്ൻസ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഇവിടെ നമ്മൾ വിച്ച് സെക്ഷൻ എങ്ങനെയാണ്? ABCD എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെ പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം A തൊട്ട് G വരെയുള്ള ഏത് ലെറ്ററും ആവാം. ഏത് പാരഗ്രാഫ് ആണെന്ന് നോക്കിയിട്ട് അത് എഴുതണം. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലെറ്റർ ആണ് എഴുതേണ്ടത്. ഇവിടെ എന്താണ്? യു മേ യൂസ് എനി ലെറ്റർ മോർ ദാൻ വൺസ്. ഒരു തവണയിൽ കൂടുതൽ ഒരു ലെറ്ററിനെ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. ലെറ്റ് us see. A mention of negative attitudes towards stadium building projects. ഏത് പ്രോജക്ട്സിലാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് സ്റ്റേഡിയം ബിൽഡിംഗ് പ്രോജക്ട്സ്? നൗ ഒരു കാര്യം, മാച്ചിങ് ഇൻഫർമേഷന്റെ കാര്യത്തിൽ ഞാനിപ്പോ ഇത് പറഞ്ഞു. ഏത് പാരഗ്രാഫ് എങ്ങനെ എഴുതും? നമ്മൾ പാരഗ്രാഫ് വായിച്ചില്ലല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഉൾട്ട ആണ് ചെയ്യുന്നത്. എന്താണ്? മാച്ചിങ് ഹെഡിങ്സും മാച്ചിങ് പാരഗ്രാഫ് ഇൻഫർമേഷനും നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം പാരഗ്രാഫ് വായിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. പാരഗ്രാഫ് വായിക്കും. ഓരോ പാരഗ്രാഫും വായിച്ചിട്ട് അതിന് ചേരുന്ന ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. സോ നമുക്ക് ആദ്യം പാരഗ്രാഫ് വായിക്കാം. A നോക്കാം. നമുക്ക് വായിക്കണം. ഇത് ഫുള്ളും വായിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മാച്ചിങ് ഹെഡിങ്സ് ആൻഡ് മാച്ചിങ് ഹെഡിങ്സ് ഓടിച്ച് വായിച്ചാൽ മതി. പക്ഷെ മാച്ചിങ് ഇൻഫർമേഷൻ തറവായിട്ട് തന്നെ വായിക്കണം. സ്റ്റേഡിയംസ് ആർ എമംഗ്. നമുക്ക് കീവേഡ്സിനെ ഹൈലൈറ്റ് ചെയ്ത് പോവാം. സ്റ്റേഡിയംസ് ആർ എമംഗ്സ് ദ ഓൾഡസ്റ്റ് ഫോംസ് ഓഫ് അർബൻ ആർക്കിടെക്ചർ. Vast stadiums where the public would watch sporting events were at the center of Western city life as far as back in ancient Greek and Roman empires, well before the construction of the great medieval cathedrals and the grand 19th and 20th century railway stations which dominated urban skylines in later areas. അപ്പൊ ഇവിടെ എന്താണ്? നമ്മുടെ സ്റ്റേഡിയംസ് എങ്ങനെയാണ്? ഓൾഡസ്റ്റ് ഫോംസ് ആണ്. അത് എന്താണ്? വെസ്റ്റേൺ ലൈഫിന്റെ സെന്റർ ആണ്. ഗ്രീക്ക് റോമൻ എംപയർ കാലത്ത് തന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി എന്താണ് കത്തീഡ്രൽസും ഒക്കെ ആ കാലത്തുള്ളതാണല്ലോ. ആ കാലത്തെ റെയിൽവേ സ്റ്റേഷൻസ്. ഓക്കെ. ഇതെല്ലാമാണ് അന്നത്തെ കാലത്ത് വളരെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ. ടുഡേ ഇപ്പോഴെന്താണ്? ഹവെവർ സ്റ്റേഡിയംസ് ആർ റിഗാർഡഡ് വിത്ത് ഗ്രോയിങ് സ്കെപ്റ്റിസിസം. ആൾക്കാർ അതിനൊരു സ്കെപ്റ്റിക്കൽ ആയിട്ടാണ് കാണുന്നത്. അതായത് കുറച്ചും കൂടെ എന്താണ് ഫാക്ച്വൽ ആയിട്ട്, കുറച്ചും കൂടെ എന്താണ് റീസണബിൾ ആയിട്ടാണ് ചിന്തിക്കുന്നത്. കൺസ്ട്രക്ഷൻ കോസ്റ്റ് ക്യാൻ സോർ ഓവർ ബിൽഡിംഗ്.
കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഭയങ്കര അധികമാണ്. ആൻഡ് സ്റ്റേഡിയംസ് ഫിനിഷ്ഡ് ഫോർ മേജർ ഇവന്റ്സ് സച്ച് ആസ് ഒളിമ്പിക് ഗെയിംസ് ഫോർ ഫിഫ ഹാവ് നോട്ടീസ്ബിളി ഫോളൺ ഇൻ ടു ഡിസ്യൂസ് ഓർ ഡിസ്പെയർ. അങ്ങനെയുള്ള സ്റ്റേഡിയം, ഈ ഒളിമ്പിക്സ് ഗെയിംസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന, അവിടെയുള്ള ഫിഫ വേൾഡ് കപ്പ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സ്റ്റേഡിയത്തില് എന്താണ് അതിന്റെ അവസ്ഥ? അതിനെ ഒന്നെങ്കിൽ ഉപയോഗിക്കാത്ത ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഭയങ്കര ഇറിപ്പയറബിൾ ആയിട്ട് കുറെ ഇഷ്യൂസ് ഒക്കെ, ലൈക്ക് കുറെ ഡാമേജ് ഒക്കെ സംഭവിക്കാം. ബട്ട് ദിസ് നീഡ് നോട്ട് ബി ദ കേസ്. ഇതൊരു കേസ് അല്ല. ഹിസ്റ്ററി ഷോസ് ദാറ്റ് സ്റ്റേഡിയംസ് ക്യാൻ ഡ്രൈവ് അർബൻ ഡെവലപ്മെന്റ്. സ്റ്റേഡിയത്തിന് എന്നാ ചെയ്യാൻ പറ്റും? അർബൻ ഡെവലപ്മെന്റിനെ കൂട്ടാൻ പറ്റും. ആൻഡ് അഡാപ്റ്റ് ടു ദ കൾച്ചർ ഓഫ് എവറി ഏജ്. എല്ലാ ഏജിലെയും കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. Even today, architects and planners are finding new ways to adapt monofunctional sports arenas, which become emblematic of modernization during the 20th century. Okay? അപ്പൊ ഈ പർട്ടിക്കുലർ ഇൻഫർമേഷൻ ഇപ്പൊ നമ്മൾ സ്റ്റേഡിയത്തിനെ പറ്റിയിട്ടൊക്കെയാണ് കണ്ടത്. എങ്ങനെയാണ് അത് ഒത്തിരി എന്താണ് എങ്ങനെയാണ് അതൊക്കെ കുറെ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഇൻഫർമേഷൻസിന്റെ അകത്ത് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. മെൻഷൻ എ ഫ്യൂ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് സ്റ്റേഡിയം ബിൽഡിംഗ് പ്രോജക്ട്സ്. കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലേ, ഇത് കാരണം ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, അങ്ങനെ പ്രോബ്ലം ഉണ്ട്, കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഫിഗേഴ്സ് ഡെമോൺസ്ട്രേറ്റിംഗ് ദ എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ഓഫ് സർട്ടൻ സ്റ്റേഡിയം. എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സിനെ പറ്റി എന്തെങ്കിലും കേട്ടോ നമ്മള്? ഇല്ല. എക്സാമ്പിൾസ് ഓഫ് ദ വൈഡ് റേഞ്ച് ഓഫ് ഫെസിലിറ്റീസ്. ഫെസിലിറ്റീസിന്റെ വൈഡ് റേഞ്ച് അവൈലബിൾ ആറ്റ് സം ന്യൂ. എന്തെങ്കിലും ഫെസിലിറ്റീസിനെ പറ്റി കേട്ടോ? ഇല്ല. റെഫറൻസ് ടു ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദ സ്റ്റേഡിയംസ് ബിൽറ്റ് ഡ്യൂറിങ് എ സർട്ടൻ ഇറ. ഒരു പർട്ടിക്കുലർ ഇറയിലുള്ള സ്റ്റേഡിയത്തിന്റെ ഡിസഡ്വാൻറ്റേജസ് ഇല്ല. അപ്പൊ നമുക്ക് തിരിച്ച് പാസേജിലോട്ട് നോക്കാം, ഒന്നും കൂടെ നോക്കാം ഇതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സ്കെപ്റ്റിസിസം പറയുന്നുണ്ട്, കൺസ്ട്രക്ഷൻ കോസ്റ്റ് പറയുന്നുണ്ട്, അത് ഫോളൻ ഇൻ ടു ഡിസ്യൂസ് ആൻഡ് ഡിസ്റിപ്പയർ പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം അതിൽ കുറച്ച് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. അതുകൊണ്ട് പാരഗ്രാഫ് എ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 1, എ മെൻഷൻ ഓഫ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് സ്റ്റേഡിയം ബിൽഡിംഗ് പ്രോജക്ട്സ്, ഇറ്റ് ഈസ് എ. ഓക്കെ, ഇനി നമുക്ക് ഇത് ഫുള്ളും പാരഗ്രാഫും വായിച്ചുകൊണ്ടിരുന്ന റെഡി ആവുകയല്ലോ. അപ്പൊ നമുക്ക് ഈ എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ്, ഫെസിലിറ്റീസ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് സം പർട്ടിക്കുലർ ഇറ, ഈ പോയിന്റ്സ് ഏതെങ്കിലും പാരഗ്രാഫിൽ ഉണ്ടോ എന്നൊന്ന് ഓടിച്ചു നോക്കാം. പൊതുവെ നമുക്ക് സമയം കിട്ടിയാൽ ഫുൾ പാരഗ്രാഫും വായിക്കേണ്ടതാണ്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പാരഗ്രാഫ് നമ്പർ ബിക്കകത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആംഫി തിയേറ്റർ, അതൊരു പർട്ടിക്കുലർ ആംഫി തിയേറ്ററിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ആണ്. ഇപ്പൊ ഞാൻ ഓരോ സെന്റൻസും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ പരീക്ഷയ്ക്കൊന്നും നടക്കില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പോകാം. ഇതെന്താണ്? ഈ ആംഫി തിയേറ്റർ ഓഫ് ആർലെസിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുവാണ്. അരീന ഓഫ് വെറോനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ അകത്തൊന്നും അങ്ങനത്തെ പോയിന്റ്സ് വരുന്നില്ല. പിന്നെ സിറ്റി ഇൻ ദ സെന്റർ ഓഫ് ഇറ്റാലിയൻ ടൗൺ ഓഫ് ലൂക്ക നോണാസ് പിയേഴ്സി ഡെലോയിസന്, അതിനെപ്പറ്റിയും ഡിസ്ക്രൈബ് ചെയ്തിരിക്കുവാണ്. അതുമല്ല, there are many similarities between modern stadiums and ancient amphitheaters intended for games, but some flexibility was lost at the beginning of 20th century as stadiums were developing. ഒന്നും പറയുന്നില്ല അല്ലെ, എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ട് ഒന്നും പറയുന്നില്ല. ഓക്കെ, നമ്മുടെ എന്തൊക്കെയായിരുന്നു നമ്മുടെ പോയിന്റ്സ്? എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ്, ഫെസിലിറ്റീസ്, ഡിസഡ്വാൻറ്റേജസ്. Okay, D കഴിഞ്ഞു. Many such stadiums are built designed for sporting use only and surrounded by parking lots. പറയുന്നില്ല. ഇനി but many of today's most innovative architects see the scope of stadium to improve the city. Another among the cultural current strategies too seem to have particular success. Stadium as urban hub and power plant. There is a growth of trend of stadiums to be occupied with public spaces and services that are saved beyond. Okay, green space എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. Creating mixed use development such as reinforces compactness and multifunctionality. Multifunctionality ഒരു environmental friendly അല്ലേ? More efficient use of land and helping to regenerate urban spaces. Okay,
സോ ഇതെല്ലാം എന്താണ്? എൻവയൺമെന്റ് റിലേറ്റഡ് ആയിട്ടാണ് അല്ലെ. അപ്പൊ ഈ പാരഗ്രാഫ് ഏതാണ്? ഇ. അപ്പോ ഇ ആണ് ഈ ക്വസ്റ്റ്യൻ നമ്പർ എൻവയൺമെന്റൽ ബെനഫിറ്റ്സ്. എൻവയൺമെന്റൽ ബെനഫിറ്റ്സ് വരുന്നില്ല. നമ്മൾ എന്താണ് നോക്കുന്നത്? ഓരോ ഫെസിലിറ്റീസ് ആണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഫെസിലിറ്റീസ് എന്ന് വരുന്നത്? കാരണം ഇവിടെ പറയുന്നുണ്ട് ഹോട്ടൽസ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, കോൺഫറൻസ് സെന്റേഴ്സ്, റെസ്റ്റോറൻറ്റ്സ്, ബാർസ്, ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട്, ഗ്രീൻ സ്പേസ്, മൾട്ടി ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പം അത് എന്താ എൻവയൺമെന്റൽ അല്ല, അത് ഫെസിലിറ്റീസ് ആണല്ലോ. ഹോട്ടൽസ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, കോൺഫറൻസ് സെന്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇതാണ്. ഇപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും, ഇത് എൻവയൺമെന്റൽ ആണോ ഫെസിലിറ്റീസ് ആണോ എന്ന് വരും. ഇവിടെ എൻവയൺമെന്റിന്റെ കേസ് പറയാനാണെങ്കിൽ ആകെ ഒരു ഗ്രീൻ സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ട് എൻവയൺമെന്റ് ആവുന്നില്ല. ഇവിടെ കൂടുതലും എന്താണ് ബാക്കി ഫെസിലിറ്റീസിനെ പറ്റിയാണ്. ഹോട്ടൽ ഒരു ഫെസിലിറ്റിയാണ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഒരു ഫെസിലിറ്റിയാണ്, കോൺഫറൻസ് സെന്റർ ഒരു ഫെസിലിറ്റിയാണ്, റെസ്റ്റോറന്റ് ഒരു ഫെസിലിറ്റിയാണ്, ബാർ, ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട് എല്ലാം. അപ്പൊ അങ്ങനെ ഒരു രീതി വരുമ്പോഴത്തേക്കും നമ്മൾ അത് ഫെസിലിറ്റീസ് എന്ന് ഉള്ളതിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. നമുക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ വന്നായിരുന്നു എൻവയൺമെന്റൽ ആണോ എന്ന്, പക്ഷെ അതിൽ ബെനിഫിറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഫെസിലിറ്റീസ് എന്ന് നമുക്ക് പറയാം. ഈ ഫെസിലിറ്റീസിന്റെ ഉത്തരം ഏതാണ്? ഫെസിലിറ്റീസിന്റെ ഉത്തരമാണ് ഇ. ഫെസിലിറ്റീസിന്റെ ഉത്തരമാണ് ഇ. ഇനി നമുക്ക് എഫ് നോക്കാം. എഫിന്റെ അകത്ത് പറയുന്നത് എന്താണ്? എനർജി ലോസിനെ പറ്റി പറയുന്നു, സോളാർ സ്റ്റേഡിയം പറയുന്നു, മൈക്രോ വിൻഡ് ടർബൈൻസ് പറയുന്നു, photovoltaic panels പറയുന്നു. This reduces annual output of carbon dioxide by 660. അപ്പൊ അതെന്താണ്? എൻവയൺമെന്റൽ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 15ന്റെ ഉത്തരം എന്താണ്? എഫ്. ഇത് നമുക്ക് ആകെയുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. Reference to the disadvantages of the stadium built during a certain era. പർട്ടിക്കുലർ സർട്ടൺ ഇറ ആയിട്ട് എന്തെങ്കിലും ഇറയുടെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ? നമുക്ക് ഈ ലാസ്റ്റ് വൺ ഒന്ന് നോക്കാം. സ്പോർട്ടിംഗ് അറേനാസ് ഇൻ എവറി acquired new values uses for military fortress, residential village, public. Nothing is saying about disadvantages. Let us see this D. There are many similarities between modern stadiums and ancient amphitheaters. So this is saying about some different era, but some of the flexibility was lost at the beginning of 20th century. Flexibility lost at the beginning of 20th century. അപ്പോൾ particular ഇറയിലെ ഡിസഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. പർട്ടിക്കുലർ ഇറയിലെ ഡിസഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ഡിസൈൻ ഫോർ സ്പോർട്ടിംഗ് യൂസ് ഓൺലി ആൻഡ് സറൗണ്ടഡ് ബൈ പാർക്കിംഗ് ലോട്ട്സ്. അങ്ങനെ വരുമ്പോഴത്തേക്കിനും അത് ഡിസഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ഡി ആണ് ഉത്തരം. 17ന്റെ ഉത്തരം എന്താണ്? ഡി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി എന്താണ്? മാച്ചിങ് ഇൻഫർമേഷൻ്റെ അകത്ത് ആദ്യം പാരഗ്രാഫ് വായിച്ചിട്ട് അത് ഈ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ്റെ അകത്ത് ഏതെങ്കിലും ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി നമ്മൾ കംപ്ലീറ്റിംഗ് ദ സമ്മറി ആണ്. എപ്പോഴും ഇൻസ്ട്രക്ഷൻസ് വായിക്കാൻ ശ്രദ്ധിക്കണം. 1 word only എന്ന് പറയുന്നുണ്ട് കേട്ടോ. 1 word only എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ആദ്യം മുതൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഈ 18ന്റെ അടുത്തുള്ളത് നോക്കുക. ആംഫി തിയേറ്റർ ഓഫ് ആർലെസ് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, for example, was converted first into a dash, then into a residential area. Amphitheater of Arles എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ എവിടെയോ വായിച്ചതാണ് Amphitheater of Arles. നമ്മൾ വായിച്ചതാണ് Amphitheater of Arles. ഇതേ Amphitheater of Arles. Okay. Built by the Romans in 1980, it became a fortress with 4 towers. Then later transformed into a village. അപ്പൊ എന്തായിരുന്നു അത് ആദ്യം? ഒരു ഫോർട്രസ് ആയിരുന്നു. ഫോർട്രസ്. FOR സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. FORTRESS. 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 FORTRESS.
fortress. ഇനി എന്താണ്? Finally into an arena where spectators could watch dash. Finally into an arena where spectators could watch spectators. Public spectacles we see. Watch area for the staging of bullfights. So what they could watch? What they could watch? Bullfights. Arena for the staging of bullfights. Bullfights is the answer. Okay. Verona. Next is Verona. One of the oldest Roman amphitheater is famous today as the venue where dash is performed. വെറോണ. വെറോണയിൽ എന്താണ് പെർഫോം ചെയ്യുന്നത്? വെറോണ എന്നുള്ള വാക്കുകൾ നോക്കുക. ഇത് ഇവിടെ വെറോണ കണ്ടു. വെറോണയിൽ എന്താണ് നടക്കുന്നത്? വൺ ഓഫ് ദ വേൾഡ്സ് പ്രൈം സൈറ്റ്സ് ഫോർ ഓപ്പറ. അവിടെ എന്നാണ് നടക്കുന്നത്? ഓപ്പറ. ഓപ്പറ. സോ ഓപ്പറ ഈസ് ദ ആൻസർ. സോ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് എഴുതുകയാണ് ഓപ്പറ. ഓക്കെ. The site of Lucas Amphitheatre. ഇനി അടുത്ത ലൂക്കാസ് ആംഫിതിയേറ്ററിനെ പറ്റിയാണ് പറയുന്നത്. ഫോർ മെനി പർപ്പസ് ഓവർ ദ സെഞ്ചുറി ഇൻക്ലൂഡിംഗ് ദ സ്റ്റോറേജ് ഓഫ് ഡാഷ്. ലൂക്കാസ് ആംഫിതിയേറ്റർ എന്തിനെയോ സ്റ്റോർ ചെയ്യാനാണ് ഉപയോഗിച്ചിരുന്നത്. ലൂക്കാസ് ആംഫിതിയേറ്റർ എവിടെയാണെന്ന് നോക്കാം. നമുക്ക് ഇവിടെ കണ്ടു, ലൂക്ക കണ്ടു. ലൂക്ക കണ്ടു. എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത്? എന്തോ സ്റ്റോർ ചെയ്തിരിക്കുവാണ്. എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? കണ്ടോ? എ സോൾട്ട് ഡിപ്പോട്ട്. ഇവിടെയാണ് നമുക്ക് വൊക്കാബുലറിയുടെ ഇമ്പോർട്ടൻസ് വരിക. ഡിപ്പോട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. അപ്പൊ എന്താണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ലൂക്ക ആംഫി തിയേറ്ററിൽ? ഇറ്റാലിയൻ ടൗൺ ഓഫ് ലൂക്കയിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? സോൾട്ട്. It is now a market square with dash and homes incorporated into the remains of Roman amphitheater. Now a market square with dash. Market square with dash. Market square we see. The ruins of amphitheater remain embedded with various shops and residences. So what is it? Residences is already given. So the answer is shops. So we are going to write the answer shops. Okay, so we have completed summary. Now next we are going to do multiple choice, multiple questions. Okay, choose two letters. So you have to choose two. When comparing 20th century stadiums to ancient amphitheaters in section D. So they are telling about a particular session D. Okay, session D they are telling. Which two negative features does the writer mention? So let us read section number D once again. There are many similarities between modern stadiums and the ancient amphitheaters intended for games, but some of the flexibility was lost. Okay. So what do you mean by flexibility was lost? That is one problem. Let us first note down all the problems. Flexibility was lost. Stadiums were developing new products such as steel and reinforced concrete and made use of bright lights for nighttime matches. Bright light for nighttime matches. Okay. Now, many such stadiums are situated in suburban areas, designed for sporting use only and surrounded by parking lots. Okay, so now let us come to the points. What all are given? They are less imaginatively designed. Is there anything mentioned like that? No. They are less spacious. Is there anything mentioned like that? No. They are in less convenient locations. So here we read suburban areas. Suburban areas where only sporting use is done. So suburban areas means it is
less convenient location. They are less versatile. They are made of less durable materials. They did not mention anything about the materials with which it is made. Less versatile, you can see here, it is given. Flexibility was lost. Flexibility is very much similar, connected to the word versatile. So, less versatile. Flexibility was lost means less versatile. So, option number C and D are the answers. Okay. Next, we are going to see the next question. Here also we have to choose two letters. Two advantages of modern stadium design does the writer mention. Two advantages of modern stadium. First, we need to locate where they have mentioned about modern stadium. Where they have mentioned about modern stadium. Okay, let us see where they have mentioned about modern stadium. Okay, so here we can see improve the city. Among the current strategies to seem to have particular success, the stadium has urban hub and power plant. Okay, urban hub and power plant. So let us see urban hub and power plant. Offering improved amenities for the enjoyment of sport events. Are they mentioning anything about the amenities or the facilities that is there? No. Okay. Amenities. Amenities is not there. Then bringing community life back into the city environment. Community life. We read about some hub, right? What was it? Urban hub. Urban hub is the place where all this community life is there, right? So, bringing community life back is an answer. Then probably the next one is the next answer. Let us see that. So, urban hub and what is it? Urban hub and power plant. Let us see an option which is related to power plant. Power plant. So here we see power. Okay. So it is option number E. So I hope you understood. Multiple choice, multiple question. First, you have to locate the particular passage where it is there, a particular paragraph where it is there. Then you have to look for these keywords. Any of these keywords are there or not. And that is how you can understand. Anyway, two advantages they have mentioned. So we know it is advantages. So like that you can understand. It was written hub and power saving, no? It was written like that. So we could easily, and when we first understood that it is a social urban hub, we can understand that next will be something about power plant. Thus, we located the next answer. So I hope you understood passage number 2, Cambridge, book number 17, test number 1, passage number 2. I hope it is clear to you, and I hope this video is useful for you. നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഒരു 96% ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നത്, എൻ്റെ ഈ ലെക്ചർ വീഡിയോസും അല്ലാത്ത വീഡിയോസും ഒക്കെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ്. അത് നമുക്ക് യൂട്യൂബ് അനലിറ്റിക്സ് നോക്കുമ്പോൾ അറിയാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് വളരെ വാച്ച് ചെയ്തിട്ടുള്ളതിലെ കുറച്ച് ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള സബ്സ്ക്രൈബ് ചെയ്യാതെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.